ആരാ മനസ്സിലായില്ല? ഞാൻ വിശ്വനാഥൻ, അദ്ദേഹത്തിന്റെ അമ്മായിയപ്പനാ. ഞാൻ കുഞ്ഞമ്മാവൻ. പിന്നെന്താ ഇരിക്കാ? ഇവിടെ കുടിക്കാൻ എന്തുവോ ചായ ആവാം അല്ലേ? മധുരം. ഞാൻ രാജഗിരി വിശ്വനാഥൻ. പലതവണ ഫോണിൽ വിളിച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ടി പലരും നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. നേരിൽ സംസാരിക്കാത്തതുകൊണ്ടാണ് എന്നോട് പരിഭവമെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടി വന്നതാ ഞാൻ. ആര് പറഞ്ഞു എനിക്ക് പരിഭവമുണ്ടെന്ന്? തന്നെയല്ല, നേരിട്ടെണ്ണത്തേലും മൊഴി തേടേണ്ട കാര്യമില്ലായിരുന്നു. അതെന്താണ് സാർ? രാജഗിരി എസ്റ്റേറ്റ് 95 ഏക്കർ വനഭൂമിയാണ്. അതിനോട് ചേർന്ന് കിടക്കുന്ന 7 ഏക്കർ റവന്യൂ ഭൂമി. ആ 102 ഏക്കറിനകത്ത് നിങ്ങൾക്ക് യാതൊരു അവകാശവുമില്ല. ആ ഭൂമിയാണ് നിങ്ങൾ ISROക്ക് വിൽക്കാൻ ശ്രമിക്കുന്നത്. സർക്കാരിന്റെ ഭൂമി കൈവശപ്പെടുത്തി സർക്കാരിന് തന്നെ വിൽക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന തന്ത്രം. തന്ത്രമല്ല, ബുദ്ധി എന്ന് വിശേഷിപ്പിക്കണം. അത് ബുദ്ധിയല്ല. പൊതുമുതൽ കൊള്ളയടിക്കുന്ന എങ്ങനെ ബുദ്ധിയാണ്? സാർ, ഞാൻ തുടങ്ങിയത് അവിടെ നിന്നാണ്. ആഴങ്ങളിലേക്ക് പോയി ചികഞ്ഞ് പരിശോധിക്കാതിരുന്നാൽ പിടിച്ചു നിൽക്കാൻ പാകത്തിലുള്ള എല്ലാ രേഖകളും ഞാൻ കൈവശപ്പെടുത്തിയിട്ടുണ്ട്. അത് സ്വാധീനം ചെലുത്തിയ ഒരു പ്രത്യേക താല്പര്യത്തിന് വേണ്ടി. എല്ലാ രേഖകളും ഒരു താല്പര്യമാണ് സാർ. ഒരു പത്രക്കാരൻ വന്ന് എന്തിനോ വേണ്ടി കുറെ പണം ചോദിച്ചു. നേരത്തെ എന്റെ മൂടിന് ഞാൻ കൊടുത്തില്ല. അപ്പൊ മെനക്കെട്ടിൽ നിന്ന് എഴുതി കുളമാക്കി. വീട് കിട്ടിയ വിഷയത്തെ അവർ ആഘോഷിച്ചു. കഥയും ഉപകഥയുമായി വിഷയം കത്തിക്കയറിയപ്പോ മന്ത്രിയുടെ നിഷേധവും കരച്ചിലും ഒക്കെയായി വാർത്ത ബോക്സ് ഓഫീസിൽ ഹിറ്റായി. അങ്ങനെ അന്വേഷണ ചുമതല നിങ്ങളെ ഏൽപ്പിച്ചത്. ഇനിയിപ്പോ നിങ്ങളെ മാറ്റുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചൊരു വാർത്ത സൃഷ്ടിക്കില്ല. ഒരു കാര്യം മറക്കരുത്, കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു സ്ഥാപനം ഇവിടെ വന്ന 10 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു വലിയ ടൗൺഷിപ്പ് ഉണ്ടാകും. അതിനു ചുറ്റും ഞാൻ ഈ ആദിവാസികളിൽ നിന്നൊക്കെ വില കൊടുത്ത് വാങ്ങിയ ഒരുപാട് ഭൂമിയുണ്ട്. അവിടെ എനിക്ക് താല്പര്യമുള്ള ധാരാളം ബിസിനസ്സുകൾ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് സഹായിക്കണം. നിങ്ങളോട് ഞാൻ അല്ല, ഈ റിപ്പോർട്ട് എനിക്ക് എതിരാണെന്ന് അറിഞ്ഞു. ഡിക്റ്റേറ്റ് ചെയ്തവനും കോപ്പി എടുത്തവനൊക്കെ എനിക്ക് വേണ്ടപ്പെട്ടവനാണെന്ന് കുട്ടിക്കോ. തൽക്കാലം അങ്ങ് ഒഴിച്ച് ബാക്കി എല്ലാവരും എനിക്ക് വേണ്ടപ്പെട്ടവരാണ്. അതാണ് സത്യം. സാർ, അങ്ങുകൂടി എനിക്ക് വേണ്ടപ്പെട്ടവനാകാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ISROക്ക് നിങ്ങൾ വിൽക്കാൻ ശ്രമിച്ച വിവാദ ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തെ പറ്റി തർക്കമുണ്ടായപ്പോൾ അത് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് എന്നെ ചുമതലപ്പെടുത്തിയത്. അതൊരിക്കലും മനസാക്ഷിക്ക് നിരക്കാത്തതാകരുത് എന്നെനിക്ക് നിർബന്ധമുണ്ട്. കാരണം ഈ പൊതുസമൂഹത്തോട് കടപ്പാടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഞാൻ. അന്വേഷണത്തിൽ കണ്ടെത്തിയ സത്യം രേഖപ്പെടുത്തിയ ഫയൽ ഞാൻ ഗവൺമെന്റ് കൈമാറും. നിങ്ങളെ കാണാനും പരിചയപ്പെടാനും കഴിഞ്ഞതിൽ സന്തോഷം. എനിക്ക് അല്പധീർത്തിയുണ്ട്. പ്ലീസ്. അങ്ങനെ ഒഴിവാകാൻ എനിക്ക് കഴിയില്ല. ഒഴിവാക്കാൻ നിങ്ങൾക്കും പറ്റില്ല. കാരണം ഞാൻ അറിയപ്പെടുന്നത് രാജഗിരി വിശ്വനാഥൻ എന്നാണ്. ആ അഡ്രസ്സാണ് എന്നെ ഞാൻ ആക്കിയത്. അതെങ്ങനെ നഷ്ടപ്പെടുത്താൻ പറ്റുന്നതല്ല. സാർ, ഞാൻ നിങ്ങൾക്കൊരു ജീവിതം തരും. ഈശ്വരൻ തന്ന ജീവിതം ഭദ്രമായി ചുമക്കുക. അത് മാന്യമായി മറുകരയെത്തിക്കട്ടെ. ഗവൺമെന്റിന് നിങ്ങൾ ഈ റിപ്പോർട്ട് സമർപ്പിക്കുക. വളരെ വിദഗ്ധമായി തയ്യാറാക്കിയതാണ്. നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. മറിച്ച് നിങ്ങളുടെ ജീവിതം 10 മടങ്ങ് സുരക്ഷിതമായിരിക്കും. ചോദിക്കുന്നത് തരും. അതല്ല, ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 2 കോടി രൂപ, 200 ലക്ഷം രൂപ നിങ്ങൾ നിർദ്ദേശിക്കുന്നിടത്ത് ഞാൻ സുരക്ഷിതമായി നിക്ഷേപിക്കും. നീ എന്താ എന്നെ കുറിച്ച് ധരിച്ചത്? 2 കോടി രൂപ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ നിന്റെ മുന്നിൽ മൂക്കുകുത്തി വീഴുന്നോ? ഇറങ്ങണം. വേറെ ആവശ്യമായി എന്റെ മുന്നിൽ കണ്ടുപോകരുത്. ആലോചിക്കണം മുഹമ്മദ് സാർ. എനിക്ക് ഈ സ്നേഹത്തിന്റെ അനുനയത്തിന്റെ ഭാഷയാണ് ഇഷ്ടം. ഒരു മോളില്ലേ, അവള് സുഖമായി ജീവിക്കട്ടെ. ഓക്കെ, ഞാൻ വരും. ആലോചിക്കാതൊന്നും ചെയ്യരുത്. നാളെ സങ്കടപ്പെടേണ്ടി വരും. ഞാൻ വരും. വരാതിരിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ. അയാള് പോയോ? ചായ കൊടുത്തില്ല. ചായ കൊടുക്കുക അയാൾ അളിയൻ. അളിയന്മാർക്ക് മാത്രമേ ചായ കൊടുക്കത്തുള്ളൂ. എന്തിനാണ് അയാള് വന്നത്? 2 കോടി രൂപ തരാൻ. എന്താ അങ്ങനെ വരും? 25 കൊല്ലം മുമ്പ് രസയ്ക്ക് കിട്ടുന്ന പരമാവധി കൈക്കൂലി 100 രൂപയാണ്. കാലം പോയൊരു പോക്കേ. പോയ കാലമൊക്കെ പോട്ടെന്ന്. ഞാൻ വന്നത് ഈ വീടിന്റെ ഐശ്വര്യത്തിനാണെന്നാ ഭാവ പറയുന്നത്. അങ്ങനെ പറയാൻ നമുക്ക് ഇപ്പം കുഴപ്പം വല്ലതും ഉണ്ടായോ? അല്ലേ പിന്നെ എനിക്ക് ഇന്ന് തന്നെ വരാൻ തോന്നുവോ? എന്താ പ്രത്യേകത? ഇന്ന് നമ്മുടെ കൊച്ചിന്റെ മോതിരം മാറ്റമല്ലേ, വെഡിങ് ആനിവേഴ്സറി, അല്ല എൻഗേജ്മെന്റ്. ഇത് നിന്നോടാര് പറഞ്ഞു? ഇത് ഞാനോട് പറഞ്ഞില്ലേ? അല്ലെങ്കിൽ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ഉത്തരവാദിത്തമുള്ളവരോട് പറഞ്ഞാൽ പോലെ. കുഴിയിലോട്ട് കാര്യം നീട്ടിയിരിക്കും. നിങ്ങളോട് പറഞ്ഞു
പഴയ ആളല്ല. ഞാൻ സമൂലം മാറി. നിന്റെ മൂലം മാറിയ കാര്യമല്ല ചോദിച്ചത്. നീ പറഞ്ഞ സത്യമാണെങ്കിൽ ഒരു നിമിഷം ഞാനിവിടെ തെക്കുകയല്ല. ഞാൻ നിന്നെ പോലെ അല്ല. അതെനിക്കറിയാം. ഞാൻ കുടുംബത്തിൽ പറഞ്ഞവനാ, അന്തസ്സുള്ള തന്തയ്ക്ക് പറഞ്ഞവനാ. വെടുവാ പറയാത്ത കാര്യം പറ. എന്റെ പേരക്കിടാവിന്റെ കല്യാണ നിശ്ചയം എന്നെ അറിയിക്കാൻ നടത്താൻ ഞാൻ എന്നെ പട്ടിയ. സബ് ഇൻസ്പെക്ടർ സുശീലന്മാരെ നിമിഷം ഇറങ്ങും. എന്താ എന്ത് പറ്റി? എന്തോ കുഞ്ഞമ്മാവ, എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ. കൊച്ചുമോളെ കല്യാണം നിശ്ചയം അറിയിക്കില്ല, പിണങ്ങി പോവാന്ന്. അതിന് നമ്മൾ ചടങ്ങായിട്ടൊന്നും നടത്തുന്നില്ലല്ലോ. അതെ, അതെ. ഈ മുകുന്ദേട്ടന്റെ ഓരോ രീതികളാണ്. എടി, എന്റെ കുടുംബം ഏതാന്ന് അറിയാമോ നിനക്ക്? എന്റെ അച്ഛനാരാന്ന് അറിയാമോ നിനക്ക്? അയ്യോ, അതൊക്കെ മറന്നുപോയോ? അൽസിമേഴ്സ് രോഗമാ, മറവിയുടെ അസുഖം. ഇപ്പം കയറി വന്ന ഈ എംബോക്കിയോട് പറയാം, എന്നോട് പറയത്തില്ലല്ലേ? നിങ്ങൾ ആ ചെയ്താരും കൂടെ നടത്തടി. ഇത് പറ്റി പുള്ളി ഭാഗമൊക്കെ എടുത്ത് അച്ഛനാരാന്ന് കണ്ടുപിടിക്കാൻ പോവുക. എടാ, എന്റെ അച്ഛനെ പ്രശ്നം വെച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമില്ലടാ എനിക്ക്. CP രാമസ്വാമി അയ്യര്. അങ്ങേരെങ്കിൽ അങ്ങേര്, ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല. എടാ, CP രാമസ്വാമി അയ്യര് പട്ടും വളയും കൊടുത്ത് ആദരിച്ചതാടാ എന്റെ അച്ഛനെ. CP ഇങ്ങനെ അച്ഛനെ പുട്ടും കടലയും കൊടുത്ത് ആദരിച്ചിന് ഇപ്പൊ ഞങ്ങളൊക്കെ വേണമെന്നാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇങ്ങനെ ഇവിടുത്തെ അമ്മായിച്ചനും ഞാൻ ഇവിടുത്തെ കുഞ്ഞമ്മാവനുമാ, അതറിയാമോ? എന്റെ പേരക്കിടാവിന്റെ കല്യാണ നിശ്ചയം എന്നെ അറിയിക്കാൻ ഇയാൾ നടത്തും. അതിന്റെ സത്യം ഉണ്ണാൻ എന്റെ പട്ടിയെ പറഞ്ഞുവിടാൻ ഞാൻ പട്ടിയെ. ഈ സാധനം കുഴിയിൽ പോയി കാണുമെന്നാ ഞാൻ പ്രതീക്ഷിച്ചത്. കുഞ്ഞമ്മാവനെ കുറിച്ച് ഞങ്ങളും അങ്ങനെയൊക്കെ തന്നെ പ്രതീക്ഷിച്ചത്. നിനക്കെന്നെ പറ്റി ഭയങ്കര മതിപ്പായി. 10-25 കൊല്ലം കാണാതിരുന്നത് കൊണ്ടും കയ്യിലിരിപ്പ് അറിയാവുന്നത് കൊണ്ടും നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റും. നിന്റെ അച്ഛൻ എന്തിനാണ് ഈ പണിക്ക് പോയത്? മോതിരം മാറ്റം പറഞ്ഞില്ലെന്ന്. നീ അതെന്തിനാ അങ്ങനോട് പറയാൻ പോയി? ഞാൻ പറഞ്ഞല്ല, ഇപ്പൊ കൊണ്ടുവന്ന ചക്ക ഉടനെ തന്നെ വേവിക്കണമെന്ന് പറഞ്ഞപ്പോ ഞാൻ അബദ്ധത്തിന് കുഞ്ഞമ്മാവനോടൊന്ന് പറഞ്ഞു പോയി. കുഞ്ഞമ്മാവനെ കൊണ്ടുള്ള സഹായം ആരംഭിക്കുന്നതേ ഉള്ളു. നിന്റെ അച്ഛൻ ഈ പണിക്ക് പോക്ക് അടിക്കടിക്കുള്ളതല്ലേ? മോളെ കല്യാണം ആകുമ്പോൾ നീ വരവിക്കണ്ട. പിന്നെ കുഞ്ഞമ്മാവ, നമ്മുടെ ഗോമതി ഒരു അങ്കനവാടി നടത്തുവാറിഞ്ഞോ? ഏതൊക്കെ ഗോമതിമാരെ അറിയിപ്പു? പണ്ടിവിടെ സത്യക്കരയിരുന്ന ഗോമതി ഇങ്ങോട്ട്. അത് പിന്നെ നമ്മുടെ കൊച്ചനപ്പ വരും. കൊച്ചനൊക്കെ വരും. ഈ അന്തക്കരണമൊക്കെ കാണിച്ചിട്ട് കൈയേക്കാതെ പല്ലുനീളുന്ന എന്താ? അപ്പൊ നിങ്ങൾക്കും എന്നെ വിശ്വാസമില്ല. അന്നും കുടുംബക്കാരെ വിശ്വസിക്കാഞ്ഞത് കൊണ്ടാ എനിക്ക് നാട് വിട്ടു പോകേണ്ടി വന്നത്. നിരപരാധിയും നിഷ്കളങ്കനുമായ ഒരു പാവം യുവാവിന്റെ ഭാവിയാ നിങ്ങളൊക്കെ ചേർന്ന്. നിരപരാധിയാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. 10-24 വയസ്സുള്ള ചെറുക്കനവിടെ നടപ്പുണ്ട്. കുഞ്ഞമ്മാവന്റെ തനി പകർപ്പ്, ഇതേ ഗുണം, ഇതേ സ്വഭാവം, ഇതേ നേരണം അവന്റെ മുന്നിലേക്ക് ചെന്ന് പെട്ടേക്കരുത്. ചുരുക്കി പറഞ്ഞാൽ ഈ വരവിൽ എന്റെ ഉയിര് സേഫ് അല്ല. ചെറുക്കൻ എന്തും നേരിടാൻ തയ്യാറായി തന്നെ ഞാൻ വന്നിരിക്കുന്നത്. കാരണവന്മാരുണ്ടാക്കുന്ന ഓരോ അപകടങ്ങളെ. എടാ, ഞാൻ നിന്റെ അമ്മയുടെ ആങ്ങളയാ. ഇപ്പൊ എന്റെ കുഴപ്പമല്ലല്ലോ. എടാ, പഴയതൊന്നും മറക്കരുത്. എന്നെ കാട്ടി 10 വയസ്സിന് ഇളയതാ നീ. നിന്നെ സൈക്കിളെ കയറാൻ പഠിപ്പിച്ചത് ആരാ? നിന്നെ സിനിമ കാണിക്കാൻ കൊണ്ടുപോയിരുന്നത് ആരാ? കൊച്ചിലെ കുഞ്ഞമ്മാവോ കുഞ്ഞമ്മാവോ എന്ന് പറഞ്ഞ് പുറകെ നടന്നിരുന്ന നീ ഇപ്പം വലിയ ആദ്യമായെന്ന് കരുതി എന്നെ കയറി ഈഞ്ഞാനിക്കരുത് കേട്ടോ. എവിടായിരുന്നു 10-25 കൊല്ലം? അത് മക്കളെ, അതെ, ഈ ജീവിതാനുഭവങ്ങൾ ഉണ്ടാക്കുകയെ 3 വർഷം പട്ടാളത്തിൽ ചേർന്ന് ജോലി ചെയ്തു. സ്റ്റോറിൽ സാധനങ്ങൾ അടിച്ചു മാറ്റി വിറ്റു, പിടി വീണു, കോർട്ട് മാർഷലിൽ ജയിലിൽ. പിന്നെ ഞാൻ മോചക്കാരനാണോ? അവിടുന്ന് ഗൾഫിൽ പോയി, ബഹറിനിൽ അറബിയുടെ പെണ്ണുപിള്ള കുളിക്കുന്നിടത്ത് എത്തി നോക്കി. അത് പിന്നെ ഈ കണ്ടകശനി സമയത്ത് നമുക്ക് അങ്ങനെയൊക്കെ തോന്നും മക്കളെ. പിടി വീണു, വീണ്ടും ജയിൽ. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഈ നിമിഷം വരെ ജീവിതം സംഭവം ബഹുലമായിരുന്നു. ഞങ്ങളെ ഇവിടെ ഒരുമാതിരി മാന്യമായിട്ടൊക്കെ കഴിയുക. ജീവിതം ഇനി അധികം സംഭവം ബഹുലമാക്കരുത്. മാറ്റി മക്കളെ, സമൂലം മാറി. അമ്മാവനിപ്പ് ആരാന്നാണ് നിന്റെ വിചാരം? അല്ലെങ്കിൽ തന്നെ കാണാൻ പോണ പൂരം പറഞ്ഞറിയിക്കേണ്ട കാര്യമുണ്ടോ? നീ അനുഭവിക്കുമ്പോ അഖില, ഞാൻ ചരിത്രം സൃഷ്ടിച്ച് നാട് വിടുമ്പോ
നിനക്ക് 5 വയസ്സാ. ഞങ്ങൾക്ക് നിങ്ങളൊരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട്. എന്താ നീ പറഞ്ഞ ദിവസം തന്നെ നിങ്ങളുടെ വിവാഹം നിശ്ചയിച്ചു. 41 ദിവസം ഒരു വൃതം പോലെയായിരിക്കും കല്യാണത്തിന് ഒരുങ്ങുക എന്നൊക്കെ പറയാറ്. അമ്മേ, മാതാപിതാക്കളുടെ ആത്മാവിനെ സാക്ഷ്യപ്പെടുത്തി നിങ്ങൾ പരസ്പരം മോതിരം മാറും. ശേഷം അവരുടെ അസ്ഥിത്തറയിൽ വിളക്ക് കൊടുത്തു. ഞാൻ എന്റെ സഹോദരിയോടും നിന്റെ അച്ഛനോടും കടപ്പാട് തീർത്തതിന്റെ ആഘോഷമാണ്. ആ ഓർമ്മകൾക്ക് മുന്നിൽ നിന്ന് ആരംഭിക്കണം വിവാഹത്തിന്റെ ഒരുക്കങ്ങൾ. ഞങ്ങളെ കൂടാതെ ഈശ്വരനും ഇവന്റെ മാതാപിതാക്കളും മാത്രം സാക്ഷ്യം പകർത്തിക്കണമെന്ന് ആഗ്രഹിച്ച ചടങ്ങിലേക്കാണ് ഒരു അതിഥിയായി പോണെത്തിയത്. നന്നായി. നാട്ടിൽ എവിടെയാ പോണത്? ഞങ്ങൾക്കൊരു ഫ്ലാറ്റ് ഉണ്ട്. അങ്ങനെ അസ്ഥിത്തറയിൽ വിളക്ക് വെച്ച് തൊഴുതു വരും രണ്ടാണ്. വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കണം. അതിന്റെ കൂട്ടുകാരി അത്യായിട്ട് അമ്മയെ കുറിച്ച് എപ്പോഴും അഖിലം പറയും. അമ്മാവനല്ല ദൈവമാണെന്ന്. അവന്റെ 5ാമത്തെ വയസ്സിൽ മാതാപിതാക്കളുടെ എരിയുന്ന ചിതയ്ക്ക് മുന്നിൽ നിന്ന് വാരിയെടുത്ത് ആത്മാവിലിട്ടതാ. ഞാൻ അവനെ പ്രതി വളരെ സന്തുഷ്ടനാണ്. മക്കളുടെ വിജയമാണ് മാതാപിതാക്കളുടെ സന്തോഷം. നിങ്ങൾ സംസാരിക്കും. ഇനിയും 41 ദിവസം. മുറപ്പെണ്ണാകുമ്പോൾ കൗതുകങ്ങൾ ഡിവോട്ടഡ് ലവ് ഞങ്ങളുടേത്. വിശുദ്ധ പ്രണയം. ഇവിടെ എനിക്ക് സ്വന്തമാകുന്ന നിമിഷങ്ങൾ വിനാടികളിൽ കാത്തിരിക്കുകയാണ്. നീവിനെന്താ പറ? ഈ വിവാഹം എങ്ങനെ നടക്കും? എന്താ? എനിക്ക് എങ്ങനെ നിന്നെ വിട്ടുകൊടുക്കാൻ കഴിയും? എന്റെ വയറ്റിൽ നമ്മുടെ കുഞ്ഞിനെ അനക്കം വെച്ച് തുടങ്ങിയിട്ടുണ്ട്.